ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻപുളിയാണ്. അപ്പോൾ നമ്മളിതിനായി എടുത്തിരിക്കുന്നത് പാരമീനാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് മീൻപുളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലൊരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടി മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചട്ടി ആയതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെനമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള സാദാ പുളിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പുളിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പാരമീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരിക. നമുക്കിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാവൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.